അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇന്ന് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഈ വീഡിയോയിലൂടെ വലിയൊരു സന്ദേശമാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് വ്യോമ സംവിധാനമാണ് F-35. ഇതിന് റഡാറുകൾക്ക് ദർശിക്കാൻ കഴിയില്ല. അതിന് സ്റ്റെൽത്ത് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് റഡാറുകൾക്ക് കാണാൻ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രത്തിനു മുകളിലും സ്വതന്ത്രമായി വ്യോമ മേഖലകളിലൂടെ പറക്കാനും ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും F-35 യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇറാൻ ഇസ്രയേലിനും അമേരിക്കക്കും നൽകിയ വലിയൊരു സന്ദേശം ഇതാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ബോർഡറുകളിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങൾ റഡാറിലൂടെ അതിൻ്റെ പതിഞ്ഞ ചിത്രങ്ങളാണ്, അതിൻ്റെ വീഡിയോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു യുദ്ധവിമാനത്തിനും ഇറാന്റെ വ്യോമ മേഖലകളിൽ വിഹരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഈ യുദ്ധവിമാനങ്ങളെ റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മിസൈലുകളെ കൊണ്ട് ലക്ഷ്യം വെക്കാൻ കഴിയും. സാധാരണ രീതിയിൽ സ്റ്റെൽത്ത് വിമാനങ്ങളെ ലക്ഷ്യം വെക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാത്തതിൻ്റെ കാരണം അവകൾ റഡാറുകളിൽ പതിയുകയില്ല എന്നതാണ്. അതിൻ്റെ സ്റ്റെൽത്ത് സംവിധാനം കാരണം റഡാർ സിഗ്നലുകൾ, റേഡിയോ തരംഗങ്ങൾ അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയില്ല, അതിൻ്റെ റഡാറിൻ്റെ റിസീവറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയില്ല എന്നതാണ് അതിൻ്റെ കാരണം. എന്നാൽ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ട ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കും F-35 കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുവെന്ന്. ഇതൊരു പക്ഷേ ഇറാന്റെ റഡാറുകളാണോ അതല്ല തെർമൽ ക്യാമറ സംവിധാനങ്ങളാണോ, ഇങ്ങനെ രണ്ട് രീതിയിലും പ്രതിരോധ സംവിധാനങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഏത് സംവിധാനങ്ങളിലൂടെയാണ് ഈ ചിത്രം പകർത്തിയത് എന്നത് നമുക്ക് വ്യക്തമായി പറയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ തെർമൽ ഫോട്ടോ സംവിധാനങ്ങളിലൂടെയാണ് ഇത് സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.